ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ ശ്രദ്ധേയമാവുകയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവിന്റെ CCCP എന്നെഴുതിയ ടീഷർട്ട്. 3 വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം തേടി നടത്തുന്ന ചർച്ചയിൽ യുക്രൈൻ തങ്ങളുടെ ഭാഗമായിരുന്നുവെന്ന അവകാശവാദമാണ് വിദേശകാര്യമന്ത്രി ടീഷർട്ടിലെ എഴുത്തിൽ കൂടി പറയാൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചയായിട്ട് നടക്കുന്നത്. എന്താണ് ഈ CCCP? യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അഥവാ USSR എന്നതിന്റെ റഷ്യൻ ഭാഷയിലെ ചുരുക്കപ്പേരാണ് ഇത്. 1991 പുതിയ രാജ്യങ്ങളായി പിരിയുന്നതിന് മുമ്പ് യുക്രൈൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. അന്ന് USSR 15 രാജ്യങ്ങളായിട്ടായിരുന്നു പിരിഞ്ഞിരുന്നത്. അതേസമയം റഷ്യ ഇപ്പോഴും ഭൂതകാലത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. യുക്രൈനെയും ബെലാറൂസിനെയും അവർ കൂടെ ചേർക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്വതന്ത്ര രാഷ്ട്രമാണെന്നും ഒരിക്കൽ റഷ്യയോടൊപ്പം ചേരില്ലെന്നും അവർ മറക്കുന്നു. സ്വേച്ഛാധിപതികളെ തൃപ്തിപ്പെടുത്താനാകില്ല എന്നാണ് ബെലാറൂസ് രാഷ്ട്രീയ പ്രവർത്തകന്റെ ഈ പോസ്റ്റ്. അതെ, അതും സത്യമായുള്ള കാര്യം തന്നെയാണ്. ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്തത്ര 2 രാജ്യങ്ങളായി ഇടപിരിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. ഏതായാലും ഈ വസ്ത്രധാരണത്തെ കുറിച്ച് വിദഗ്ധർ നിരവധി വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. യുക്രൈന്റെ പകുതി തരൂ എങ്കിൽ യുദ്ധം നിർത്താമെന്ന് വാക്കു തരുന്നു എന്നായിരുന്നു മുൻ ലിത്വാനിയൻ വിദേശകാര്യമന്ത്രി ഗബ്രേലിയസ് ലാൻഡ്സ്ബർഗിന് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ടുള്ള പരിഹാസം. $120 സ്വെറ്റ് ടീഷർട്ടാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എന്നാണ് റഷ്യൻ ഫാഷൻ ബ്ലോഗർ കണ്ടുപിടിച്ചിരിക്കുന്നത്. റഷ്യൻ ട്രംപിനോട് കാണിക്കുന്ന ആദരവ് ഇത്രയേയുള്ളോ എന്നാണ് മറ്റൊരു കമന്റ്. ഒരു ഇടനില ചർച്ചയ്ക്ക് വിദേശകാര്യമന്ത്രി എത്തിയിരിക്കുന്നത് USSR ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ്. അമേരിക്കയും പാശ്ചാത്യ ലോകരെയും നോക്കി റഷ്യക്കാർ ചിരിക്കുകയാണ് എന്നും കമന്റുകളുണ്ട്. യുദ്ധ കുറ്റവാളി എന്നാണ് മറ്റൊരു ഉപയോക്താവ് എഴുതിയിരിക്കുന്ന കമന്റ്. US മണ്ണിൽ പോലും റഷ്യക്കാർ അവരുടെ രക്തരൂഷിതമായ സാമ്രാജ്യത്വ അഭിലാഷങ്ങൾ മറച്ചുവെക്കുന്നില്ല. അമേരിക്കക്കാരെ അവരുടെ മുറ്റത്ത് വന്ന് പരിഹസിക്കുകയാണ് ലാവ്റോവ് ചെയ്യുന്നത്. ട്രംപ് പ്രതികരിച്ചില്ലെങ്കിൽ ലോകത്തിനു മുമ്പിൽ പരിഹാസ്യ കഥാപാത്രമാകും. ഇങ്ങനെ പോകുന്ന കമന്റുകളുടെ വലിയ നീണ്ട നിര. അതേസമയം ചുവന്ന പരവതാനി വിരിച്ച് സ്വന്തം നാട്ടിൽ സ്വീകരണം നൽകിയിട്ടും യുക്രൈനിലെ റഷ്യൻ അതിക്രമം അവസാനിപ്പിച്ച് പുതിനുമായി ഒരു മുന്നേറ്റം നടത്താൻ ട്രംപിനായില്ല എന്നുള്ളതാണ് വിമർശനങ്ങൾ ഏറി വരുന്നത്. മറ്റൊരു വിമർശനങ്ങളിൽപ്പെട്ടിരിക്കുകയാണ് പുടിൻ തന്റെ വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിനായി വിരിച്ച ചുവപ്പ് പരവതാനി ക്രമീകരിക്കാൻ അമേരിക്കൻ സൈനികർ പടിക്കെട്ടുകളുടെ ചുവട്ടിൽ മുട്ടുകുത്തി നിൽക്കുന്ന ചിത്രം. മുൻ യുക്രൈനി ഉദ്യോഗസ്ഥനായ മുസ്തഫ നയേം ഈ ചിത്രം മുട്ടുകുത്തൽ വീണ്ടും മികച്ചതാക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് പങ്കുവച്ചിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾക്കാണ് ഇത് വഴിതെളിച്ചത്. ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്ക റഷ്യ ബന്ധങ്ങൾ അസാധാരണമാം വിധം മെച്ചപ്പെടുന്നത് പ്രതീക്ഷിച്ചിരുന്നവർക്ക് പോലും ഈ ചിത്രം ഒരുതരം നിരാശയുണ്ടാക്കി. പ്രത്യേകിച്ചും യുക്രൈൻ യുദ്ധത്തിൽ കഷ്ടപ്പെടുന്ന യുക്രൈനിയക്കാർക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സാരം. രക്തച്ചൊരിച്ചിൽ തടയാനുള്ള ട്രംപിന്റെ ഏറ്റവും വലിയ ഒരു ശ്രമമാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും കൂടുതൽ ചോദ്യങ്ങളെ നേരിടാൻ കൂട്ടാക്കാതെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് നൽകിയത്. യുക്രൈൻ വിഷയത്തിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും യുക്രൈനും യൂറോപ്പും ഇടപെട്ട് ഉണ്ടായ പുരോഗതിയെ തകർക്കരുതെന്നും പുടിൻ പ്രത്യേകം പറഞ്ഞിരുന്നു. വലിയ പുരോഗതി ഉണ്ടായെന്ന് ട്രംപ് പറയുന്നുവെങ്കിലും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരു നേതാക്കളും തമ്മിൽ അടച്ചിട്ട മുറിയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയായിരുന്നു. എന്നാൽ അതൊരു അന്തിമ കരാറിൽ എത്തിയില്ല. വൈകാതെ ആ ലക്ഷ്യത്തിൽ എത്താനാകുമെന്നാണ് ട്രംപ് പറയുന്നത്. ചർച്ചയിൽ ട്രംപിനൊപ്പം മാർക്കോ റൂബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും പങ്കെടുത്തിരുന്നു. പുതിനൊപ്പം വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവും പങ്കെടുത്തിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ഉച്ചകോടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ കൂടിക്കാഴ്ച പുടിൻ വ്യക്തമായ വിജയം കൈവരിച്ചുവെന്ന് മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പറയുന്നു. അതേസമയം കൂടിക്കാഴ്ചയിൽ ട്രംപ് പരാജയപ്പെട്ടതുമില്ല എന്നുള്ളത് കൂട്ടിച്ചേർക്കുന്നു. എങ്കിലും യുക്രൈനുമായുള്ള സമാധാന കരാർ സാധ്യമാവുമോ എന്നതിൽ ട്രംപിന് സംശയമുണ്ടെന്നും ജോൺ ബോൾട്ടൺ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അലാസ്കയിലായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച. കൂടുതൽ നേരം കൂടിക്കാഴ്ച നടത്തി എന്നല്ലാതെ ട്രംപിന് ഒന്നും നേടാനായില്ല. അതേസമയം പുടിൻ USുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തു. പുടിന്റെ ലക്ഷ്യം അതായിരുന്നുവെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ബോൾട്ടൺ പറഞ്ഞു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് പുടിനും ട്രംപും തമ്മിൽ കാണുന്നത്. യുക്രൈന്റെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും പൂർണ്ണമായി പുനഃസ്ഥാപിക്കുക എന്ന നാറ്റോയുടെ ലക്ഷ്യം നേടുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടെന്നും ബോൾട്ടൺ വിമർശിച്ചു. യുക്രൈനുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുക വളരെ സങ്കീർണമേറിയ ഒരു കാര്യമാണെന്നും വൈറ്റ് ഹൌസ് അത് സംബന്ധിച്ച പ്രതീക്ഷകളിൽ മയം വരുത്തിയെന്നുമാണ് അദ്ദേഹം പറയുന്നത്.
ട്രംപുമായി ഒരു സമാധാന ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു പുതിന്റെ US പര്യടന ലക്ഷ്യം. എന്നാൽ ആ പദ്ധതി വിജയിക്കാൻ സാധ്യതയില്ല. പക്ഷേ പുതിൻ താൻ ആഗ്രഹിച്ചതിലും കൂടുതൽ ഈ കൂടിക്കാഴ്ച കൊണ്ട് നേടിയിട്ടുണ്ട്. എന്നാൽ ട്രംപിന് കുറച്ചു നേട്ടമേ അതുമൂലം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും ട്രംപ് പുതിൻ കൂടിക്കാഴ്ച ആദ്യം മുതലേ വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ലോകരാജ്യങ്ങൾ ഒരുപക്ഷെ ഉറ്റുനോക്കിയിരുന്ന ഒരു സമാധാനക്കാർ, നാളെ ഒരു സമയത്ത് ചരിത്ര ലിപികളിൽ എഴുതപ്പെടേണ്ടുന്ന ഒരു സമാധാന കരാറായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായില്ല. 75% വിജയം ഉറപ്പ് എന്ന് ട്രംപ് പറഞ്ഞപ്പോഴും 25% പോലും വിജയം സാധിച്ചില്ല എന്നുള്ളതാണ് നിജസ്ഥിതി. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കാണാനറിയാം ട്രംപ് പുതിൻ കൂടിക്കാഴ്ച ഒരു സമാധാന കരാറിലേക്ക്, യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളൊരു വെടിനിർത്തൽ കരാറിലേക്ക് പോകുമോ ഇല്ലേ എന്നുള്ളത്. അടുത്തത് സെലൻസ്കിയുമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഏതായാലും ഇതിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് പ്രതീക്ഷിക്കാം.